വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ്. ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത് ഈ KG കുട്ടികൾക്കുള്ള മോഡൽ എക്സാമിൻ്റെ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം എക്സാമിന് ഓണപ്പരീക്ഷയ്ക്ക് വരുന്ന മോഡൽ പേപ്പറാണ്. അപ്പോൾ ഇതിൽ LKGയും അതോട് കൂടെ തന്നെ UKGയുടെ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, മാച്ച് ദ ക്യാപിറ്റൽ ലെറ്റർ വിത്ത് ദ കറക്റ്റ് സ്മാൾ ലെറ്റർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫുള്ള് കറക്റ്റ് ആക്കിയാൽ 5 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെറ്റർ എ എന്നാണ് കൊടുത്തിട്ടുള്ളത്. മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ ഏതൊക്കെ ലെറ്ററാണ് തന്നിട്ടുള്ളത്? എ, ബി, ഡി, ഇ, എച്ച്. അപ്പോൾ ഈ തന്ന ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഒക്കെ സ്മാൾ ലെറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആൻസർ കിട്ടിയോ? അപ്പോൾ നിങ്ങൾ ആദ്യം ഇതൊറ്റയ്ക്ക് കണ്ടുപിടിച്ചാൽ ശ്രമിക്കുക, എന്നിട്ട് മാത്രം മിസ്സ് പറയേണ്ട ആൻസർ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ ലെറ്ററിന് സ്മാൾ ലെറ്റർ എവിടെയാണ്? രണ്ടാമത്തെ വരിയിലാണുള്ളത് അല്ലേ? രണ്ടാമത്തെ ലെറ്ററാണ്. ഫസ്റ്റിൽ രണ്ടാമത്തെ ലെറ്റർ എ, അടുത്തത് ബി ആണ്. ബീൻ്റെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അടുത്തത് ഡി ആണ്. ഡീൻ്റെ എവിടെ കൊടുത്തിട്ടുള്ളത്? രണ്ടാമത്തെ ലെറ്റർ. ഇ എന്ന ലെറ്ററിന് ഇനി അടുത്ത ലെറ്റർ നോക്കൂ. ഇ എന്ന് പറഞ്ഞ ലെറ്ററാണ്. അപ്പോൾ ഇ എന്ന ലെറ്ററിൻ്റെ ജി കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെറ്ററാണ് അല്ലേ? ഈ സ്മോൾ ലെറ്റർ. ഇനി ലാസ്റ്റ് എച്ച് ആണ്. അപ്പോൾ എച്ചിൻ്റെ ഏതാണ്? ഫസ്റ്റ് വന്ന ലെറ്റർ അല്ലേ? എച്ച് കഴിഞ്ഞിട്ടാണ് കെയും എമ്മും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് നോക്കിയാലോ? എല്ലാവരും ശ്രദ്ധിച്ച് നോക്കട്ടോ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഫിൽ ഇൻ ദ മിക്സിംഗ് ലെറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ മിസ്സിംഗ് ലെറ്റർ എഴുതാനാണ്. ഇത് എഴുതിയാലും നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എ കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് സി ആണ്, പിന്നെ ഇ ആണ്. അപ്പോൾ ഇവിടെ എ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ഏതായിരിക്കും? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. എ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ബി ആണല്ലേ? അപ്പോൾ ബി എന്ന് എഴുതുക. പിന്നെ അടുത്തത് ഇവിടെ എ ബി സി എന്നായി കേട്ടോ. അപ്പോൾ സി കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ഏതാണ്? ഡി അല്ലേ? അപ്പം അവിടെ നമ്മൾ ഡി എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഇവിടെ ഡി കഴിഞ്ഞതിന് ശേഷം അടുത്ത ലെറ്റർ ഏതാണ്? ഇ ആണല്ലേ? അതവിടെ ഉണ്ട്. ഇനി ഇവിടെ താഴെ നോക്കൂ, എഫ് ജി. ജി കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ എന്തായിരിക്കും? എല്ലാവരും ഒന്ന് കുറച്ച് സമയം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് മിസ്സ് പറഞ്ഞ ആൻസർ എഴുതുക കേട്ടോ. എഫ് ജി എച്ച് ആണല്ലേ? അപ്പോൾ അവിടെ എച്ച് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഐ കൊടുത്തിട്ടുണ്ട്. ഐ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ഏതാണ്? ജെ ആണല്ലേ? HIJ. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 5 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അടുത്ത് നോക്കിയാലോ? രണ്ടാമത്തെ എന്താണ്? സർക്കിൾ ദ കറക്റ്റ് സ്റ്റാർട്ടിങ് ലെറ്റർ ഫോർ ഈച്ച് ഒബ്ജക്റ്റ് നെയിം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ട കുറേ വേർഡ്സുകൾ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? ആപ്പിള്, ബലൂണ്, ക്യാറ്റ്, ഡക്ക്, ഫിഷ്. അപ്പോൾ ഇവിടെ ആപ്പിൾ എന്നെഴുതിയതിൻ്റെ ഫസ്റ്റ് ലെറ്റർ അതിൻ്റെ ഓപ്പോസിറ്റ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും ആപ്പിൾ എന്നുള്ളതിൻ്റെ ലെറ്ററിൽ ഏതാണ്? അപ്പോൾ എല്ലാവരും കണ്ടുപിടിച്ചിട്ട് അതിന് ഒരു സർക്കിൾ വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതാണ് അതിൻ്റെ ലെറ്റർ? എ ആണല്ലേ? അപ്പം നമുക്ക് എ എന്ന് പറഞ്ഞ ലെറ്ററിന് വട്ടം വരയ്ക്കാം, റൗണ്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത് നോക്കൂ, ബലൂണാണ്. ബലൂണിൻ്റെ ലെറ്റർ ഇതിൽ ഏതാണുള്ളത്? ബലൂണ്ട് ബി ആണല്ലേ? രണ്ടാമത്തെ ലെറ്ററാണ്, ബി ആണ്. ഇനി മൂന്നാമത്തെ ക്യാറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്യാറ്റ് എന്താണ്? പൂച്ചയാണ് അല്ലേ? അപ്പം ക്യാറ്റ് എന്ന് പറഞ്ഞ ലെറ്റർ ഇതിൽ ഏതാണ്? സി ആണല്ലേ? CAT എന്നാണ് ക്യാറ്റ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, സി ആണ് എഴുതുക. ഇനി അടുത്തത് എന്താണ്? ഡക്കാണ്. എന്താ ഡക്ക് പറഞ്ഞാൽ? താറാവാണല്ലേ? അപ്പോൾ താറാവിൻ്റെ ലെറ്റർ ഇതിൽ ഏതാണ്? ഡി ആണ്. രണ്ടാമത് കൊടുത്തിട്ടുള്ള ലെറ്ററാണ് ഡി. അപ്പോൾ ഫിഷ് എന്നാണ്. എന്താ ഫിഷ് പറഞ്ഞാൽ? മീൻ. അപ്പോൾ ഫിഷ് എന്നുള്ളതിൻ്റെ ലെറ്റർ ഏതാണ്? എഫ് ആണല്ലേ? അപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് എഫ് എന്നാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ മുഴുവനും എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും കേട്ടോ. ലാസ്റ്റ് വർക്ക് നോക്കൂ, ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് വർക്ക്. നിങ്ങൾക്ക് ഇതിനോട് കൂടെ തന്നെ EVSും മാത്സും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ചുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത മാത്സ് എടുക്കാം. അപ്പോൾ ഇവിടെ പുട്ട് എ ടിക്ക് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് ക്രോസ് ഫോർ വെജിറ്റബിൾസ് എന്നാണ്. അതായത് ഫ്രൂട്ട്സിന് നിങ്ങൾ ടിക്ക് ഇടുക, വെജിറ്റബിൾസിന്
തെറ്റ് കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ തെറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ നോക്കാം. തന്നിട്ടുള്ളത് എല്ലാം ഒന്നിച്ചൊന്ന് വായിക്കാട്ടോ. ആപ്പിൾ, പൊട്ടാറ്റോ, മാംഗോ, ക്യാരറ്റ്, ബനാന. അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സ് ഏതൊക്കെയായിരിക്കും? ആപ്പിൾ ഫ്രൂട്ട്സ് ആണല്ലേ. അപ്പോൾ നമ്മൾ ആപ്പിളിന് നേരെ ടിക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് എന്താ കൊടുത്തിട്ടുണ്ട്? പൊട്ടാറ്റോ ആണല്ലേ. എന്താ പൊട്ടാറ്റോ പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണല്ലേ. അത് ഫ്രൂട്ട്സ് ആണോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്കതിന് ക്രോസ് ആണ് ചെയ്യട്ടോ, തെറ്റിട്ട് കൊടുക്കുക. അത് മാംഗോ ആണ്, മാംഗോ ഫ്രൂട്ടാണ്. അപ്പോൾ നമുക്ക് മാംഗോക്ക് ടിക്ക് ഇടുക. ക്യാരറ്റ് വെജിറ്റബിൾ ആണ്, അപ്പോൾ അതിന് തെറ്റിട്ട് കൊടുക്കുക. ബനാന എന്നുള്ളത് ഫ്രൂട്ടാണ്, അപ്പോൾ ഫ്രൂട്ടിന് ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് വരുന്ന ഇംഗ്ലീഷിൻ്റെ പേപ്പർ ഇതാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് മാത്സ് എടുക്കാം. അപ്പോൾ മാത്സ് എല്ലാവരും സിമ്പിളായിട്ട് ചെയ്യാം. കൊടുത്തിട്ടുള്ളത് എന്താണ്? കൗണ്ട് ചെയ്യാനാണ് കേട്ടോ. അതായത് കൗണ്ട് ദ ഒബ്ജക്ട്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ ഇൻ ദ ബോക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് എണ്ണീറ്റ് ആ ബോക്സിൽ കൗണ്ട് ചെയ്യാനാണ്, കൗണ്ട് ചെയ്തിട്ട് ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? ആപ്പിൾ ആണല്ലേ. അപ്പോൾ ഇവിടെ 3 ആപ്പിൾസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? അത് എണ്ണി നോക്കുക. 1 2 3. അപ്പോൾ അവിടെ 3 ആണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റിൽ 3 എന്ന് എഴുതാം. ഇനി അടുത്തത് എത്ര ബലൂൺസ് ഉണ്ട് നോക്കാം. ഇതിൻ്റെ കൂടെ എല്ലാവരും എണ്ണി നോക്കുക കേട്ടോ. 1 2 3 4 5. 5 ബലൂൺസ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 5 എന്ന് എഴുതാം. ഇത് നോക്കൂ, 2 സ്റ്റാർസ് ആണല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്? 2 സ്റ്റാറുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുക? 2 എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ 2 എന്ന് എഴുതുക. 2ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? TWO 2. ഇനി അടുത്തത് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഫിഷുകളാണ് അല്ലേ. എത്ര ഫിഷ് ഉണ്ട് എണ്ണി നോക്കാം. 1 2 3 4. അപ്പോൾ 4 ഫിഷുകളാണുള്ളത്. അപ്പോൾ 4 ആണ് ഇവിടെ ആൻസർ എഴുതുക. എങ്ങനെ 4 എന്ന് എഴുതുക? FOUR 4. എല്ലാവരും ഇതൊന്ന് എഴുതി പഠിക്കണം കേട്ടോ. ഇതിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെന്താണ്? ലാസ്റ്റ് ഒരു ഫ്ലവർ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 1 ആണ്. അപ്പോൾ 1ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ONE 1. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ONE 1. ഇത് നോക്കൂ. സർക്കിൾ ദ ഓഡ് ഓൺ ഔട്ട് ഇൻ ഈച്ച് റോ. അതായത് ഓഡ് ഓൺ ഔട്ട് ആയിട്ടുള്ളത് കണ്ടെത്താനാണ് അല്ലേ. അപ്പോൾ മിസ്സിൻ്റെ മക്കളൊക്കെ ഒന്നൊന്ന് കണ്ടെത്തിക്കേ. ഇതിൽ ഏതൊക്കെയാണ് പുറത്തുള്ളത്? അതായത് ഒരേപോലെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരുപോലെ അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഓരോന്നുമുണ്ട്. ഈ 3 വരികളും ഓരോന്നുണ്ട്. അപ്പം നിങ്ങൾ ആരൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്? നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് ബോളുകളാണ് അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ബോളുകളിൽ വ്യത്യസ്തമായിട്ടുള്ളത് എന്താണ്? കാറാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ആ കാറിന് ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക, ഒരു സർക്കിള് വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴെ നോക്കൂ, ക്യാറ്റിൻ്റെ അടുത്തത് എന്താ നോക്കൂ, 3 ക്യാറ്റിൻ്റെ ഹെഡാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. 3 പൂച്ചൻ്റെ തലകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടൊരാളുണ്ട്. അതാരാണ്? ഡോഗിൻ്റെ അല്ലെങ്കിൽ ഒരു പപ്പിൻ്റെ ഒരു തലയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് വ്യത്യസ്തം. അപ്പോൾ അതിനാണ് നിങ്ങൾ സർക്കിൾ വരക്കേണ്ടത് കേട്ടോ. ഇനി ലാസ്റ്റ് നോക്കൂ, ബനാന. എത്ര ബനാന ഉണ്ട് അവിടെ? 3 ബനാന ഉണ്ട് അല്ലേ. അവിടെ 3 ബനാനയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വ്യത്യസ്തമായിട്ടുള്ളത് എന്താണ്? നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ. ആപ്പിളാണല്ലേ. അപ്പോൾ ആപ്പിളിനാണ് സർക്കിൾ വരയ്ക്കുക. മാത്സിൽ ലാസ്റ്റ് ഒരു വർക്കും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് പഠിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് EVS എടുക്കാം. ഫിൽ ഇൻ ദ മിസ്സിങ് നമ്പേഴ്സ് ആണ്. അതായത് മിസ്സിങ് നമ്പർ ഫില്ല് ചെയ്യാനാണ്. അവിടെ എഴുതാത്ത സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ 1 to 10 ആണ്. അതായത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സുകളാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഫുള്ള് എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും കേട്ടോ. ഇവിടെ നോക്കൂ, 1 കഴിഞ്ഞിട്ട് 3 ആണ് കൊടുത്തിട്ടുള്ളത്. 3 കഴിഞ്ഞിട്ട് 5 ആണ്. 5 കഴിഞ്ഞിട്ട് 7 ആണ്. 7 കഴിഞ്ഞിട്ട് 9 ആണ്. 9 കഴിഞ്ഞിട്ടും ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ എഴുതാൻ ശ്രമിച്ച് നോക്കുക. 1 കഴിഞ്ഞിട്ട് എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ 2 എന്ന് എഴുതാം.
2 കഴിഞ്ഞതിന് ശേഷം 3 ഇവിടെ ഉണ്ട്. 3 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാണ്? 4 ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ 4 എഴുതാം. പിന്നെ അടുത്തത് നോക്കൂ, 4 കഴിഞ്ഞതിന് ശേഷം 5 ഉണ്ട്. 5 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാണ്? 6 ആണല്ലേ. അപ്പോൾ നമുക്ക് 6 എഴുതാം. അടുത്ത നോക്കൂ, 6 കഴിഞ്ഞിട്ട് അവിടെ 7 കൊടുത്തിട്ടുണ്ട്. 7 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാണ്? 8 ആണല്ലേ. അപ്പോൾ 8 എഴുതാം. ഇനി അടുത്തത് 8 കഴിഞ്ഞിട്ട് ഏതാണ് നമ്പർ? 9 ആണല്ലേ. അപ്പം 9 കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് 10 ആണ്. നമുക്ക് 10 എഴുതാം. ഇത്രയാണ് നിങ്ങളെ മാത്സിലുള്ള എക്സാമിൻ്റെ മോഡൽ പേപ്പർ കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് EVS നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാച്ച് ദ ബോഡി പാർട്ട് ഓഫ് ദെയർ ഫങ്ഷൻ. അതായത് നമ്മളെ ബോഡി പാർട്ടുകൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഓരോന്നിനും യോജിച്ചത് മാച്ച് ചെയ്യാനാണ്. ഫസ്റ്റ് തന്നിട്ടുള്ള എന്തൊക്കെ വായിക്കാം? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്. ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാണ് അല്ലേ. ഐ എന്ന് പറഞ്ഞാൽ കണ്ണ്, ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. ഇയേഴ്സ് പറഞ്ഞാൽ എന്താണ്? ചെവികൾ. ഇയർ പറഞ്ഞാൽ ചെവി. 2 ചെവി ആകുമ്പോൾ നമ്മൾ എസ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് നോസ്. എന്താ നോസ് പറഞ്ഞാൽ? മൂക്കാണ്. ടങ്ക് പറഞ്ഞാൽ നാവ്. അപ്പോൾ നമ്മൾ ഐസ്, കണ്ണുകൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? കാണാനാണല്ലേ. അപ്പോൾ ഈ മാച്ച് ചെയ്യാനുള്ളിൽ നമുക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റത്തെ ഹിയറിങ് മ്യൂസിക്, അതായത് മ്യൂസിക് കേൾക്കാൻ. സീയിങ് പിക്ചേഴ്സ് കാണാൻ. അടുത്തത് ടേസ്റ്റിംഗ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ. സ്മെല്ലിങ് ഫ്ലവേഴ്സ്, പൂക്കൾ മണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ എന്തായിരിക്കും? ഐസ് ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ സീയിങ് പിക്ചേഴ്സ് ആണല്ലേ. അപ്പോൾ പിക്ചേഴ്സ് കാണാനാണ് നമ്മൾ കണ്ണുകൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇയേഴ്സ് ആണ്. ഇയേഴ്സ് പറഞ്ഞാൽ എന്താണ്? ചെവികളാണ്. ചെവികൾ എന്തിനാണ്? ചെവി എന്തിനാണ്? നമുക്ക് കേൾക്കാനാണ്. അപ്പോൾ ഇവിടെ എന്താണ് കേൾക്കാനുള്ളത്? ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹിയറിങ് മ്യൂസിക് കേൾക്കാൻ. ഇനി മൂന്നാമത് എന്താണ്? നോസ്. എന്താ നോസ് എന്ന് പറഞ്ഞാൽ? നോസ് എന്തിനാണ്? നമ്മളെ മൂക്ക് എന്തിനാണ്? സ്മെല്ല് ചെയ്യാനാണ്. അപ്പോൾ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് സ്മെല്ലിങ് ഫ്ലവേഴ്സ്, പൂക്കളെ മണക്കാൻ ഉപയോഗിക്കാം. പിന്നെ അടുത്തത് ലാസ്റ്റത്തെ ടങ്കാണ്. ടങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് രുചിച്ച് നോക്കാൻ അല്ലേ. അപ്പം നമ്മൾ രുചി അറിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ രുചി അറിയുന്നത് നാവ് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ടേസ്റ്റിംഗ് ഫുഡാണ് അല്ലേ. ഫുഡ് ടേസ്റ്റ് ചെയ്യാനാണ് ടങ്ക് ഉപയോഗിക്കുക. രണ്ടാമത്തെ എന്താണ് കൊടുത്തിട്ടുള്ളത്? മാച്ച് ആനിമൽസ് ടു ദെയർ യങ് വൺസ് അല്ലെങ്കിൽ ഹോംസ് കേട്ടോ. അതായത് മൃഗങ്ങളെ കൊടുത്തിട്ടുണ്ട്, ഒരു പക്ഷിനെ കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളെ വീടും അതുപോലെ പക്ഷിൻ്റെ വാസസ്ഥലവും പക്ഷിൻ്റെ ഒരു കൂടും അതൊക്കെ ഇതിൽ മാച്ച് ചെയ്യാൻ നിങ്ങളോട് കണ്ടുപിടിച്ചാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റാണ് എന്താ കൊടുത്തിട്ടുള്ളത്? ഡോഗാണ്. അപ്പോൾ ഡോഗിൻ്റെ ഇവിടെ എന്താ നമുക്ക് നോക്കാം. കാഫ്, പപ്പി, ഡെന്ന്, നെസ്റ്റ്. എന്തായിരിക്കും ഡോഗിന്? ഡോഗ് കൊടുത്തിട്ടുണ്ട്. ഡോഗിൻ്റെ കുട്ടിൻ്റെ പേരാണ്. ഡോഗിൻ്റെ എന്താണ്? പപ്പിയാണല്ലേ. അപ്പോൾ നമുക്കിവിടെ പപ്പിക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക, വരട്ട് കൊടുക്കാം. അടുത്തത് എന്താണ്? കൗ ആണ്. കൗ പറഞ്ഞാൽ എന്താ? പശുവാണ് അല്ലേ. അപ്പോൾ ഇവിടെ പശുവിൻ്റെ എന്തായിരിക്കും? കാഫാണ്, അതായത് പശുവിൻ്റെ കുട്ടി. അത് ലയണാണ്. ലയൺ പറഞ്ഞാൽ എന്താണ്? സിംഹമാണ്. അപ്പോൾ സിംഹത്തിൻ്റെ ഗുഹയാണ് കേട്ടോ. അപ്പോൾ ഡെന്നാണ്, അത് നേരെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ബേഡാണ്. ബേഡ് പക്ഷിക്ക് എന്താ ഉണ്ടാവുക? നെക്സ്റ്റാണ്. നെക്സ്റ്റ് പറഞ്ഞാൽ കൂട്, അതും നേരെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ആക്ടിവിറ്റീസ് എന്താണ് കൊടുത്തിട്ടുള്ളത്? സർക്കിൾ ദ ഹെൽത്തി ഫുഡ് ഐറ്റംസ് ആണ്. അതായത് ഹെൽത്തി ഫുഡിന് മാത്രം സർക്കിൾ വരയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആപ്പിൾ എന്താണ്? ഹെൽത്തി ഫുഡാണ് അല്ലേ. അത് നമുക്ക് എന്താണ്? സർക്കിൾ വരയ്ക്കാം. മിൽക്ക് ഹെൽത്തി ഫുഡാണ്. ക്യാരറ്റ് ഹെൽത്തി ഫുഡാണ്. കോൾഡ് ഡ്രിങ്കോ? ബർഗർ അല്ല, ഫ്രഞ്ച് ഫ്രൈസും അല്ല. ഇതിൽ കോൾഡ് ഡ്രിങ്ക് എന്താണ്? ഹെൽത്തി ഫുഡ് അല്ലാത്ത, അത് അൺഹെൽത്തി ഫുഡാണ് അല്ലേ. അത് എന്താണ്? ഹെൽത്തി അല്ല, നമ്മൾ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ ഇവിടെ മിൽക്ക്, ആപ്പിള്, ക്യാരറ്റ്, ഫ്രഞ്ച് ഫ്രൈസും അല്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരിയിലുള്ള 3ഉം ഹെൽത്തി ഫുഡാണ് കേട്ടോ.
അതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ആക്ടിവിറ്റീസ് നോക്കൂ. റൈറ്റ് വി ഫോർ വെജിറ്റബിൾസ് ആൻഡ് എഫ് ഫോർ ഫ്രൂട്ട്സ്. അതായത് വെജിറ്റബിളിന് വി എന്നും ഫ്രൂട്ട്സിന് എഫ് എന്നും എഴുതി കൊടുക്കാനാണ് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബനാന എന്താണ്, ഫ്രൂട്ടാണല്ലേ. അപ്പം നമുക്ക് അവിടെ എഫ് എന്ന് എഴുതാം. അടുത്തത് ടൊമാറ്റോ എന്നാണ്. ടൊമാറ്റോ എന്താണ്, ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ? വെജിറ്റബിൾ ആണല്ലേ. അപ്പോൾ നമുക്ക് വി എന്ന് എഴുതാം. ഇനി അടുത്തത് മാംഗോ ആണ്. മാംഗോ ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ? ഫ്രൂട്ടാണല്ലേ. അപ്പോൾ നമുക്കവിടെ എഫ് എന്ന ലെറ്റർ എഴുതാം. ഇനി അടുത്തത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ? എന്താ പൊട്ടാറ്റോ പറഞ്ഞാൽ അറിയോ? ഉരുളക്കിഴങ്ങാണ് കേട്ടോ, ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അത് വെജിറ്റബിൾ ആണ്. അപ്പോൾ നമുക്കവിടെ വി എന്ന് എഴുതാം. ഇതിൻ്റെ ലാസ്റ്റ് വർക്ക് വൈൽഡ് അനിമലും ഡൊമസ്റ്റിക് അനിമലും ആണ് കേട്ടോ. അപ്പോൾ വൈൽഡ് അനിമൽ ഏതാ? ഡൊമസ്റ്റിക്കിനാണെങ്കിൽ ഡി എഴുതുക, വൈൽഡിനാണെങ്കിൽ നിങ്ങൾ ഡബ്ല്യു എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. ലയണാണ് തന്നിട്ടുള്ളത്. ലയണ് വൈൽഡാണോ ഡൊമസ്റ്റിക് ആണോ? അപ്പോൾ വൈൽഡാണ് അല്ലേ, കാട്ടിലുള്ളതാണ്. ഡൊമസ്റ്റിക് നമ്മൾ വളർത്തുന്നുണ്ട്, വൈൽഡ് പറഞ്ഞാൽ കാട്ടിലുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തത് കൗ ആണ്. കൗ ഡൊമസ്റ്റിക് ആണോ വൈൽഡാണോ? ഇതിൻ്റെ ആൻസർ എന്താ? ഡൊമസ്റ്റിക് ആണല്ലേ, നമ്മൾ വളർത്തുന്നതാണ് വീട്ടിൽ. ഇനി അടുത്തത് എലിഫൻ്റ് ആണ്. എലിഫൻ്റ് ഡൊമസ്റ്റിക് ആണോ വൈൽഡാണോ? വൈൽഡാണ് അതിൻ്റെ ആൻസർ. ഇവിടെ ടൈഗർ ഡൊമസ്റ്റിക് ആണോ വൈൽഡാണോ? ആൻസർ വൈൽഡാണ് കേട്ടോ. ഇനി അടുത്തത് ക്യാറ്റാണ്. ക്യാറ്റ് വൈൽഡാണോ ഡൊമസ്റ്റിക് ആണോ? ആണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് പഠിക്കുക. ഇനി ഇതിൻ്റെ അടുത്തൊരു വീഡിയോ UKGയുടെ മോഡൽ പേപ്പർ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.